സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനത്തിൽ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അനവധി അനുഭവങ്ങളെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമാക്കുന്നു. അതിലൊന്ന് കണ്ണുകളുടെ ശോഭയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? കഥ പറയുന്ന കണ്ണുകളെക്കുറിച്ച്, അനന്തമായ സാധ്യതകളുള്ള കണ്ണുകളെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥിതമായി അനവധി പഠനങ്ങൾ നടന്നിട്ടുള്ളതായി നമുക്കറിയാം. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് കണ്ണിൻ്റെ സാധ്യതകൾ, നോട്ടത്തിൻ്റെ സാധ്യതകൾ. അസ്ഥികൾ ക്ഷയിക്കുന്ന അനുഭവത്തിൻ്റെ മധ്യേ, തിളച്ചു മറിയുന്ന അനുഭവങ്ങളുടെ മധ്യേ അസ്ഥികളെ തണുപ്പിക്കുന്ന ഇടപെടലുകളെക്കുറിച്ച് തിരുവചനം പറയുന്നതിൽ ശ്രദ്ധേയമായ ഒന്ന് അസ്ഥികളെ തണുപ്പിക്കുന്ന നല്ല വർത്തമാനത്തെക്കുറിച്ചാണ്. വാക്കുകളെക്കുറിച്ച്, വർത്തമാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിൽ നാം വായിക്കുന്നു. തകർന്നുപോയ നിമിഷങ്ങൾ. ഒരു മിഷണറി വര്യൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. തളർന്നുപോയ അവസ്ഥ. ആ അവസ്ഥയിൽ ഒരു പോസ്റ്റ് കാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. പ്രിയ സഹോദര, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ശക്തി നൽകുന്ന ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ആശ്രയം വയ്ക്കുക മാത്രം ചെയ്യുക. ആ നല്ല വാക്കുകൾ ആ വ്യക്തിയിൽ ആ വേദന നിറഞ്ഞ ഘട്ടത്തിൽ വരുത്തിയ സ്വാധീനത്തെക്കുറിച്ച്, ചെലുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് പിന്നീട് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്ന ഒരമ്മ ഒരു ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങവേ ഭയാശങ്കകളോടെ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി മുറിയിലേക്ക് ദേവാലയത്തിലെ പട്ടക്കാരനെത്തി. ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നതാണ് അദ്ദേഹം. കരം പിടിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. സൗഖ്യം നൽകുന്ന ദൈവമേ, ഈ ശസ്ത്രക്രിയയെ അതിജീവിച്ച് സന്തോഷത്തോടെ കടന്നു വരുവാൻ ഈ പ്രിയ മാതാവിനെ അവിടുന്ന് സഹായിക്കണമേ. ശസ്ത്രക്രിയ ചെയ്യുന്നവരെ കാത്തു പരിപാലിക്കണമേ. ശസ്ത്രക്രിയയിലേക്ക് പോയി തിരികെ വന്ന അമ്മ പറഞ്ഞത്, ആ ഒരു പ്രാർത്ഥന എനിക്ക് നൽകിയ ശക്തി, എൻ്റെ അസ്ഥികൾക്ക് നൽകിയ തണുപ്പ്, ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ട ആർദ്രത, എനിക്ക് നൽകിയ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് എന്നാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്കിതുപോലെ പറയാനാകും. എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെട്ടൊരു വിദ്യാർത്ഥി അധ്യാപകനെ കാണുവാൻ പോയത് വിറയലോടെയാണ്. ഒരുപക്ഷെ വഴക്കു പറയുന്ന അധ്യാപകൻ, മാതാപിതാക്കളെ വിളിച്ചുകൊണ്ടുവരുവാൻ പറയുന്ന അധ്യാപകൻ, സ്കൂളുകളിൽ നിന്ന് പുറത്തേക്ക് അയക്കുവാൻ ചിന്തിക്കുന്ന അധ്യാപകൻ, അതൊക്കെയാണ് അവൻ മനസ്സിൽ സങ്കല്പിച്ചത്. എന്നാൽ അവൻ ആ അധ്യാപകന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിച്ച ഒരു അധ്യാപകൻ, ബഹുമാനത്തോടെ അവനോട് ഇരിക്കാൻ പറഞ്ഞ അധ്യാപകൻ, എന്നിട്ട് അവനോട് പറഞ്ഞു, മകനെ, ഇതിനേക്കാളൊക്കെ മെച്ചമായി ചെയ്യുവാൻ നിനക്ക് കഴിയും. പരിശ്രമിക്കുക മാത്രം ചെയ്താൽ മതി. നിനക്ക് കഴിയും. യു ക്യാൻ ഡു ഇറ്റ്. ആ മനുഷ്യൻ്റെ, ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പരാജയമായിരുന്നു അത്. അവൻ പരിശ്രമിച്ചു. പിന്നീടുള്ള പരീക്ഷകളിൽ അവൻ ജയിക്കുവാൻ തുടങ്ങി. അവൻ്റെ ജീവിതം ഔന്നത്യത്തിലെത്തി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ അസ്ഥികളെ തണുപ്പിച്ച ആ നിമിഷം, അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട ആ അധ്യാപകൻ്റെ ആ നിമിഷം
അവൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്ന അനുഭവം. കണ്ണിൻ്റെ ശോഭ, കണ്ണിൻ്റെ തിളക്കം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹിതരെ, ചിലരുടെ കണ്ണുകൾ അത് പുഞ്ചിരിയേക്കാൾ ആശ്വാസം പകരുന്നതാണ്. തിളക്കമാർന്ന കണ്ണുകൾ, കണ്ണുകളിലൂടെ പുഞ്ചിരിക്കുന്നവർ പരിചയമുണ്ടല്ലോ നമുക്ക് ആ മുഖങ്ങൾ. ചില കണ്ണുകൾ കരുണയുള്ള കണ്ണുകളാണ്, ആർദ്രതയുള്ള കണ്ണുകളാണ്. വഴിയരികിൽ വീണുകിടക്കുന്ന പഥികനെ കണ്ടിട്ട് കാണാതെ പോകുവാൻ ആ കണ്ണുകൾക്കാവുന്നില്ല. ആ കണ്ണുകൾ അവൻ്റെ വേദനയെ കാണുന്നു, അവൻ്റെ മുറിവിനെ കാണുന്നു, ആർദ്രതയോടെ അരികിലെത്തുന്നു. ആ ആർദ്രതയോടെ അരികിലെത്തുന്ന കണ്ണുകൾ വീണുകിടക്കുന്നവൻ, മരണവുമായി മല്ലിടുന്നവൻ, ആരോരുമില്ല എന്ന് കരുതുന്നവൻ, വാക്കുകൾ കൊണ്ട് അവൻ്റെ ആന്തരിക അവസ്ഥയെ വർണ്ണിക്കാനാകുന്നില്ല എങ്കിലും അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആ ആർദ്രത നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. ചിലരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, ശുഭാപ്തി വിശ്വാസമാണ്. ഒരു കാൽപന്ത് കളിയിൽ 2 ഗോളിന് പിന്നിൽ നിൽക്കുമ്പോൾ നിരാശരായി തീർന്നു കളിക്കാരിൽ പലരും. എന്നാൽ അവർ കോച്ചിൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു നിമിഷത്തെക്കുറിച്ച് ഒരു കളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ആ കണ്ണുകളിൽ നിന്ന് പ്രതീക്ഷ മങ്ങിപ്പോയിരുന്നില്ല, ആ കണ്ണുകളിൽ പ്രത്യാശ നേരിട്ട് നിന്നു, ആ കണ്ണുകളിൽ ശുഭാപ്തി വിശ്വാസം ഉള്ളതായി ഞങ്ങൾ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കഥ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുകൾ സംസാരിച്ചു, നിങ്ങൾക്ക് കഴിയും എന്ന സന്ദേശം നൽകി. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിച്ചു. ആ കളിയുടെ 2ാം ഭാഗത്തിൽ ഞങ്ങൾ മുന്നേറുകയും വിജയിക്കുകയും ചെയ്തു. ചിലരുടെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാത്സല്യം നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ നമുക്ക് പരിചിതമാണ്. തുറന്നിരിക്കുന്ന കണ്ണുകൾ, വിശ്വാസമുള്ള കണ്ണുകൾ, വിശ്വസ്തതയുടെ കണ്ണുകൾ, തുറവിയുടെ കണ്ണുകൾ, സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കണ്ണുകൾ, കൃതജ്ഞത നിറഞ്ഞ കണ്ണുകൾ, അവയൊക്കെ നമുക്ക് പരിചിതമായ അനുഭവമാണ്. ചിലപ്പോൾ തെറ്റ് ചെയ്ത അവസ്ഥയിൽ നമ്മൾ മാതാപിതാക്കളുടെ അരികിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ ഒരുപക്ഷെ കോപം നാം പ്രതീക്ഷിക്കുമ്പോൾ ആ കോപത്തിനപ്പുറം ഒളിഞ്ഞു കിടക്കുന്ന ക്ഷമയുടെ ആ നോട്ടം കാണുമ്പോൾ എത്ര സന്തോഷമാണ്. ചില കണ്ണുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കണ്ണുകളാണ്, സന്തോഷം പകരുന്ന കണ്ണുകളാണ്. ചില കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സമാധാനമാണ്. എത്ര സന്തോഷകരമായ അവസ്ഥ. ചില കണ്ണുകളിൽ സാന്നിധ്യബോധമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ കൂടെയുണ്ട് എന്ന ഉറപ്പ്, എന്ന വിശ്വാസം. കണ്ണുകൾ ഹൃദയത്തിൻ്റെ വാതിലുകളാണ്. അവയിലൂടെ ഹൃദയത്തിൻ്റെ ഭാഷ കേൾക്കുവാൻ നമുക്കാകും. കണ്ണുകൾ പറയുന്ന കഥ ലോകം വായിക്കുന്ന കഥകളാണ്. കണ്ണുകളിലൂടെ മനസ്സിൻ്റെ നിറങ്ങൾ പുറത്തു വരികയും അത് കാണുവാൻ നമുക്കാവുകയും ചെയ്യും. കണ്ണുകൾ ഔഷധം ആയി മാറുന്ന അവസ്ഥ നമുക്ക് പരിചിതമാണ്. സ്നേഹിതരെ, കണ്ണുകൾ, ആർദ്രതയുടെ കണ്ണുകൾ, ശോഭയുടെ കണ്ണുകൾ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അനുഭവമാണ്. സദൃശവാക്യം അതിൻ്റെ 2ാം ഭാഗത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. ചുറ്റും നിരാശ നിർഭരമായ ഒരു സാഹചര്യത്തിൽ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ അത് അസ്ഥികളെ തണുപ്പിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. പരാജയത്തിൻ്റെ നീണ്ട ചരിത്രത്തിൻ്റെ മധ്യേ പകച്ചു നിൽക്കുമ്പോൾ ഈ പരാജയങ്ങളെ അതിജീവിക്കുവാൻ നിനക്കാകും എന്ന് ഉറപ്പോടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുടെ സാന്നിധ്യം
അത് എത്രമാത്രം ഹൃദയത്തെ, അസ്ഥികളെ തണുപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സാരമില്ല എന്നോതുന്ന സാന്നിധ്യം. തളർന്നു പോകുമ്പോൾ, ഉടഞ്ഞു പോകുമ്പോൾ, കഴിയില്ല എന്ന് കരുതുമ്പോൾ, പരാജയത്തിൻ്റെ വക്കിൽ നാം ആകുമ്പോൾ സാരമില്ല എന്ന് പറയുന്നവൻ, നമ്മിൽ നിന്ന്, നമ്മുടെ പിഴവുകളിൽ നിന്ന് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആശങ്കയോടെ ആ നഷ്ടങ്ങളെക്കുറിച്ച് നാം ആവലാതിപ്പെടുമ്പോൾ സാരമില്ല എന്ന് പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ നമുക്ക് നൽകുന്ന തണുപ്പിൻ്റെ അനുഭവം അവർണ്ണനീയമാണ്. ക്ഷമ നാം കാക്ഷിക്കുമ്പോൾ, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ, ശക്തി നമുക്ക് ക്ഷയിച്ചു പോകുമ്പോൾ ശക്തിയേകുന്ന വാക്കുകൾ, ശക്തീകരിക്കുന്ന വാക്കുകൾ, അവയുടെ ശക്തി പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തവണ്ണം അഗാധമാണ്. നന്ദിയുടെ വാക്കുകൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ, സമാധാനിപ്പിക്കുന്ന വാക്കുകൾ, അവ നമുക്ക് നൽകുന്നതായിട്ടുള്ള സന്തോഷം, അസ്ഥികൾക്ക് നൽകുന്നതായിട്ടുള്ള തണുപ്പ് എത്ര ശ്രദ്ധേയമായ ഒന്നാണ്. ഉറപ്പു നൽകുന്ന അനുകമ്പയുടെ വാക്കുകൾ, ജ്ഞാനമുള്ള ഉപദേശം നൽകുന്ന വാക്കുകൾ, പ്രാർത്ഥനയുടെ വാക്കുകൾ, വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് അസ്ഥികൾ ഏത് രീതിയിൽ ഇളകിമറിയുന്ന അനുഭവത്തിൽ ആണെങ്കിൽ തന്നെയും വാക്കുകൾ, അവ അസ്ഥികളെ തണുപ്പിക്കുവാൻ കഴിയുന്ന അനുഭവമുള്ളതാണ്. ഏലിയാവ് മരച്ചുവട്ടിൽ എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ ഒരു നിമിഷം, ആഹാബും യെസബേലും അവൻ്റെ ജീവൻ തേടി പുറകെയുള്ള നിമിഷം, തകർന്നു പോകുന്ന ആ നിമിഷത്തിൽ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവ സാന്നിധ്യം, എലിയാവേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, ഇനിയും നിനക്ക് ബഹുദൂരം പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഭാവിയെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന ദൈവിക ഇടപെടലിൻ്റെ വാക്കുകൾ, ആ വാക്കുകൾ എത്ര സന്തോഷം പകർന്നു നൽകുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. വേദപുസ്തകത്തിൽ പലതരത്തിലുള്ള കണ്ണുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്കറിയാം. എന്നാൽ അവയുടെയൊക്കെ മുകളിൽ യഹോവയുടെ കണ്ണുകൾ, സർവവും നോക്കിക്കാണുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം, അത് എത്ര ആശ്വാസജനകമാണെന്നറിയാമോ, സന്തോഷദായകമാണെന്നറിയാമോ. എൻ്റെ ജീവിത അവസ്ഥ എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ ശോഭയുള്ള കണ്ണുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നമുക്ക് നൽകുന്നതായിട്ടുള്ള സന്തോഷം. ശോഭയുള്ള കണ്ണുകൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കണ്ണുകൾ, ഭൂമിയിൽ നമ്മെ നോക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവ സാന്നിധ്യ ബോധം നമുക്ക് നൽകുന്ന കണ്ണുകളാണ്. ആത്മീയ കണ്ണുകൾ, കണ്ണുകൾ തുറന്ന അദാമിനെയും ഹവ്വായുടെയും അനുഭവം നമുക്കറിയാം. അകക്കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും കണ്ണുണ്ടായിട്ടും കാണാത്തവരെ കുറിച്ച്, അടഞ്ഞിരിക്കുന്ന കണ്ണുകളെക്കുറിച്ച് നാം വായിക്കുന്നു. കർത്താവെ എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളിയെ കാണുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ നിലവിളിയെ കേൾക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം സന്തോഷം പകരുന്ന അനുഭവമാണ്. പ്രസാദമുള്ള കണ്ണുകൾ, ഞാൻ നിന്റെ കണ്ണുകളിൽ അനുഗ്രഹം കണ്ടു എന്ന് തിരുവചനം പറയുന്ന അവസ്ഥ. നീതിമാന്റെ കണ്ണുകളെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ കണ്ണുകളെക്കുറിച്ചും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാഴ്ചയാലെ അല്ല, വിശ്വാസത്താലെ അത്രേ എന്ന് പറയുന്ന അവസ്ഥ. 7 കണ്ണുകൾ, ദൈവത്തിൻ്റെ ആത്മാക്കൾ എന്ന് പറയുന്നത് ഉൾപ്പെടെ കണ്ണുകൾ,
കണ്ണുകളുടെ സാധ്യതകളെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ സദൃശവാക്യക്കാരൻ വളരെ അർത്ഥവത്തായ, വളരെ ലളിതമായ ഒരു സന്ദേശമാണ് ഇവിടെ പകർന്നു നൽകുന്നത്. ആ സന്ദേശം ശോഭയുള്ള കണ്ണുകൾ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ സങ്കടങ്ങൾ എന്തു തന്നെയായാലും, നമ്മുടെ സങ്കടങ്ങൾ ഏതു സാഹചര്യത്തിൽ ഉണ്ടായതായാലും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ശോഭയുള്ള കണ്ണുകൾ. പ്രിയരെ, ദുഃഖിതരായി ഒരുപാട് പേർ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അഭയാർത്ഥികളായി, പലായനം ചെയ്യുന്നവരായി, അനവധിയിടങ്ങളിൽ പ്രതിസന്ധികളുടെ മധ്യേ ജീവിക്കുന്നവർ, ഭവനാന്തരീക്ഷങ്ങളിൽ വളരെ കലുഷിതമായ അവസ്ഥകളുടെ മധ്യേ ജീവിക്കുന്നവർ, ഭീതിതമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ ജീവിക്കുന്നവർ, അവർക്ക് സന്തോഷം പകരുന്ന, ആശ്വാസം പകരുന്ന, പ്രത്യാശ പകരുന്ന കണ്ണുകൾ ഞങ്ങൾക്കേകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്കാകുന്നുവോ? പുറമേ കാണുന്ന പുറംപൂച്ചുകൾക്കപ്പുറം അകമേ ഒളിഞ്ഞിരിക്കുന്ന വേദനയുടെ ആഴങ്ങളെ കാണുവാൻ കഴിയുന്ന കണ്ണുകൾ, ശോഭയുള്ള കണ്ണുകൾ, തിളക്കമുള്ള കണ്ണുകൾ, ആർദ്രതയുള്ള കണ്ണുകൾ. അതുപോലെ തന്നെ അസ്ഥികളെ തണുപ്പിക്കുന്ന വാക്കുകൾ. നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അസ്ഥികളെ തണുപ്പിക്കുന്ന നല്ല വർത്തമാനത്തിൻ്റെ എത്രയെത്ര മനോഹരമായ ഉദാഹരണങ്ങൾ കടന്നു പോകും. ക്യാൻസർ രോഗബാധിതനായി വളരെയധികം വേദനാജനകമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി തൻ്റെ അരികിലെത്തിയ ഒരു സുവിശേഷകൻ പാടിയ ഒരു പാട്ടുകളുടെ വരിയെ ഓർക്കുകയാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മനോഹരമായ ആ പാട്ടുപാടിയതിനു ശേഷം ആ സുവിശേഷകൻ അയാളോട് പറഞ്ഞു, ഈ കാലവും കടന്നു പോകും. വേദനയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനുഭവത്തിൻ്റെ മധ്യേ ഈ കാലം ശാശ്വതമല്ല, ഈ കാലം കടന്നു പോകും എന്ന ഓർമ്മപ്പെടുത്തൽ, ആ നല്ല വർത്തമാനം അതെൻ്റെ ജീവിതത്തിൽ സുവിശേഷമായിരുന്നു എന്ന് പറയുന്ന അനുഭവം. തടവറയിൽ 2 കൊലപാതകങ്ങൾ ചെയ്ത് കടന്നു വന്ന ഒരു വ്യക്തി, ഭീതിതമായ തൻ്റെ ഇന്നലകൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന അനുഭവത്തിൻ്റെ മധ്യേ ആ തടവറയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന പട്ടക്കാരൻ്റെ അരികിൽ എത്തുന്നത്. ആ പട്ടക്കാരൻ പറഞ്ഞു, നിന്റെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നീ നിന്റെ പാപങ്ങൾ ദൈവ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ഒരുപക്ഷെ ഇന്നലത്തേത് നിന്റെ പാപങ്ങൾ നീ എത്ര പശ്ചാത്തപിച്ചാലും തിരികെ നൽകുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ക്ഷമിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്, പൊറുക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്, നിനക്കെതിരെയുള്ള കുറ്റപത്രങ്ങളെ മായ്ച്ചു കളയുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ ആത്മാവിന് സൗഖ്യം നൽകും. യേശു കർത്താവ് നൽകുന്ന രക്ഷയുടെ ആഴമേറിയ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞവൻ പറഞ്ഞു, ആ നല്ല വർത്തമാനം, ആ സദ്വർത്തമാനം, ആ സുവിശേഷം എൻ്റെ ഹൃദയത്തെ എത്രമാത്രം സന്തോഷിപ്പിച്ചുവെന്ന്, എൻ്റെ അസ്ഥികളെ എത്രമാത്രം തണുപ്പിച്ചുവെന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. പാപഭാരം കൊണ്ടുറങ്ങാൻ കഴിയാതിരുന്ന ഞാൻ ആ പാപങ്ങളൊക്കെയും കാൽവരിയുടെ ചുവട്ടിൽ വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായി ഉറങ്ങി. ലോകം ഒരുപക്ഷെ എനിക്ക് തൂക്കുകയർ വിധിച്ചേക്കാം, ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചേക്കാം. ഞാൻ ചെയ്ത തെറ്റുകൾ തെറ്റല്ലാതാകുന്നില്ല. പക്ഷേ ആ തെറ്റുകളെ ക്ഷമിക്കുവാൻ കഴിയുന്നൊരു ദൈവം എനിക്ക് മോചനം നൽകുമെന്ന്, വിമോചനം നൽകുമെന്ന്, വിമുക്തി നൽകുമെന്ന് നല്ല വർത്തമാനം അതിൻ്റെ അസ്ഥികളെ തണുപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു. ചിലരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി
താരതമ്യം ചെയ്യുന്നതാണ് പ്രയാസം. അവനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ആരുമല്ല എന്ന ചിന്ത, അവനോളം സമ്പത്തില്ല, അവനോളം സൗന്ദര്യമില്ല, ഒരു തരത്തിലുള്ള അപകർഷതാബോധത്തിൽ ജീവിക്കുന്ന അവസ്ഥ. അവരുടെ അരികിലെത്തി നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്: താരതമ്യം ആവശ്യമില്ല. ഓരോ വ്യക്തിയും തനതായ അസ്തിത്വമുള്ള വ്യക്തികളാണ്. താരതമ്യം തൃപ്തിയെ നശിപ്പിക്കുന്നു. അത് ചെയ്യാതിരിക്കുക. ആ മനുഷ്യൻ പറയുന്നത് ആ നല്ല വാക്കുകൾ, താരതമ്യം എന്ന കെണിയിൽ നിന്നും എന്നെ വിടുവിച്ച ആ നല്ല വാക്കുകൾ എൻ്റെ അസ്ഥികളെ എത്ര തണുപ്പിച്ചുവെന്ന് വിവരിക്കുവാൻ കഴിയുന്നതിനപ്പുറം യാഥാർത്ഥ്യമാണ്. ദൈവതിരുസന്നിധിയിൽ പോകുവാൻ കഴിയാതിരുന്ന എത്രയോ അനുഭവങ്ങളുടെ മധ്യേ എൻ്റെ കുറവുകളെ എണ്ണി എണ്ണി നോക്കുമ്പോൾ ഈ കുറവുകളൊക്കെയായിട്ട് ഞാൻ എങ്ങനെയാണ് കർത്തൃസന്നിധിയിലേക്ക് ചെല്ലുക? വിശുദ്ധരുടെ മധ്യേ ചെല്ലുവാനുള്ള വിശുദ്ധി എനിക്കില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ആ മനുഷ്യരുടെ അടുക്കൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് കരുതുമ്പോഴാണ് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ക്ഷണിക്കുന്ന കർത്താവ്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുന്ന കർത്താവ്, ആയിരിക്കുന്നത് പോലെ ദൈവത്തെ തിരുസന്നിധിയിലേക്ക് വരിക എന്ന സുവിശേഷം. അത് എൻ്റെ അസ്ഥികളെ എത്ര തണുപ്പിച്ചു എന്നറിയാമോ? വേദനയുടെ ആഴമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളുമായി ഞാൻ പകച്ചു നിന്നപ്പോൾ വേദനയ്ക്ക് ഒരർത്ഥമുണ്ട് എന്ന്, കണ്ണുനീരിന് ഒരർത്ഥമുണ്ട് എന്ന് എന്നോട് പറഞ്ഞു തന്നൊരു വ്യക്തി. ആ വ്യക്തി പറഞ്ഞു, ഈ വേദനയൊക്കെയും കാൽവരിയിൽ വഹിച്ച ഒരാൾ, ആ വേദന സഹിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്ന ഒരാൾ നമ്മോട് പറയുകയാണ്, ഈ വേദനകൾക്കപ്പുറം ഒരു നാളെയുണ്ട്. ഈ വേദനയുടെ അർത്ഥം നിന്റെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുന്ന ഒരു നാളെ. അത് നൽകുന്ന ആശ്വാസം അവർണ്ണനീയമായ ഒരാശ്വാസമാണ്. ചുറ്റും നടക്കുന്ന പ്രയാസങ്ങളെ കണ്ട്, ചുറ്റും നടക്കുന്ന അനീതിയും അക്രമവും കണ്ട് നിസ്സഹായ അവസ്ഥയിൽ വേദനിക്കുന്ന നിമിഷത്തിൻ്റെ മധ്യേ എല്ലാം ശരിയാക്കുവാൻ നിനക്ക് പറ്റിയില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല. അത് നിന്റെ ദൗത്യവുമല്ല. എന്നാൽ ശരിയാക്കാൻ പറ്റുന്നത് ശരിയാക്കുക. നന്ദിയോടെ, ഉറപ്പോടെ മുമ്പോട്ട് പോവുക. ഞാൻ കരുതി എനിക്ക് ലോകത്തെ മുഴുവൻ മാറ്റുവാൻ കഴിയുമെന്ന്. പക്ഷേ ആ നല്ല വർത്തമാനം എൻ്റെ അസ്ഥികളെ എത്ര തണുപ്പിച്ചുവെന്ന്, എൻ്റെ കഴിവിനപ്പുറമുള്ളത് ചെയ്യുവാൻ ശ്രമിക്കാതെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, എൻ്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയുവാനത്ര മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഇടപെടലിന് അതെനിക്ക് ശക്തി പകരുന്ന അനുഭവം. ജീവിത ഭാരങ്ങളുമായി ജീവിച്ചൊരു മനുഷ്യൻ ഭാരം താങ്ങാതെ വണ്ണം അവൻ പകച്ചു നിന്നപ്പോൾ അവൻ പരദേശി മോക്ഷയാത്ര വായിച്ചു. ഈ ഭാരങ്ങൾ ഇറക്കി വെച്ച് മുമ്പോട്ട് പോകുവാൻ അവനോട് പറഞ്ഞു. ഈ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് മുമ്പോട്ട് പോയ അവന് ലഭിച്ചതായിട്ടുള്ള ആശ്വാസത്തെക്കുറിച്ച് പ്രസംഗകൻ പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരൻ കണ്ണിൽ ഈറനണിഞ്ഞു നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. ആരാധനയ്ക്ക് ശേഷം അവർ തമ്മിൽ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ജീവിതത്തിൽ അവൻ വഹിക്കുന്ന ഭാരങ്ങളെക്കുറിച്ച് അയാൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ആ ഭാരങ്ങൾ ഒന്നിറക്കി വയ്ക്കുക, ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക. അങ്ങനെയാണ് അവർ ഒരുമിച്ച് ഇരുന്നൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടത്. അയാൾ പറഞ്ഞു, എൻ്റെ ഹൃദയത്തെ ത്രസിച്ചിരുന്ന എല്ലാ ഭാരങ്ങളും ഞാൻ ആ ദൈവദാസന്റെ മുന്നിൽ ഇറക്കി വെച്ചു. ഒരു തരത്തിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോഴുള്ള ശാന്തത ഞാൻ അനുഭവിച്ചു. എനിക്ക് ലഭിച്ചതായിട്ടുള്ള സദ്വർത്തമാനം വളരെ ലളിതമായിരുന്നു. നിന്റെ ജീവിത ഭാരങ്ങൾ നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. നിന്റെ ഭാരങ്ങളെ വഹിക്കുവാൻ കഴിയുന്നവൻ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ
എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നവൻ ചുമട് താങ്ങിയായി അരികെയുണ്ട് എന്ന ആശ്വാസം. ഭാരം വഹിച്ച് ചുമടുകൾ വഹിച്ച് പോയിരുന്ന ആളുകൾ വഴിയരികത്ത് അവരുടെ ഭാരങ്ങളെ ഇറക്കി വെച്ച് വിശ്രമിച്ചിരുന്ന ചുമടുതാങ്ങികളെ, സുമൈത്താങ്ങികളെ ചൂണ്ടിക്കാണിച്ച് അയാൾ പറഞ്ഞു, സുവിശേഷം വളരെ ലളിതമാണ്. നിന്റെ ഭാരങ്ങളെ വഹിക്കുവാൻ തയ്യാറുള്ളൊരു ദൈവം സമീപയുണ്ട്, ചാരയുണ്ട്. സ്നേഹിതരെ, സ്നേഹം അത് ശ്രേഷ്ഠമാണ്. നല്ല വർത്തമാനം. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഈ സദൃശവാക്യം വളരെ അർത്ഥവത്തായ ഒരു സദൃശവാക്യമാണ്. അതൊരു പക്ഷേ വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകളായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പാൻ കഴിയും. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കണ്ണിൻ്റെ ശോഭ, എന്നിൽ ദൈവമേ ഏകണമേ. ഒരു സമൂഹമായി നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളിൽ ദൈവമേ ഏകണമേ. സന്തോഷമില്ലാതെ ജീവിക്കുന്ന അനവധി പേർ ഞങ്ങളുടെ കണ്ണുകളിൽ ശോഭ കണ്ട് സന്തോഷം കണ്ടെത്തുവാൻ, ദൈവത്തിൻ്റെ ശോഭ ഞങ്ങളിൽ നിന്ന് അവരിലേക്ക് നിറഞ്ഞൊഴുകുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ, ഞങ്ങളുടെ കണ്ണുകളെ ശോഭയുള്ളതാക്കി തീർക്കണമേ എന്നതാകാം നമ്മുടെ പ്രാർത്ഥന. അസ്ഥികൾ വിറങ്ങലിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ചുറ്റും, വ്യത്യസ്തങ്ങളായ വേദനയുടെ മധ്യേ കടന്നു പോകുന്ന അനേകായിരങ്ങൾ ഞങ്ങളുടെ ചുറ്റും. കർത്താവെ, അവരുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ നല്ല വർത്തമാനം, സദ്വർത്തമാനം ഞങ്ങളിൽ നിന്നും ഉണ്ടാകുവാൻ ഞങ്ങളുടെ വാക്കുകളെ നീ ഉപ്പ് രസമുള്ളതാക്കണമേ. ഞങ്ങളുടെ വാക്കുകളെ നീ രുചി വരുത്തണമേ. ഞങ്ങളുടെ വാക്കുകളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വാക്കുകളെ നീ നിന്റെ വാക്കുകളാക്കി മാറ്റണമേ. ഞങ്ങളുടെ വാക്കുകളെ സുവിശേഷമാക്കി മാറ്റണമേ. ഞങ്ങളുടെ വാക്കുകളെ രൂപാന്തരദായകമായി മാറ്റണമേ. അസ്ഥികളെ തണുപ്പിക്കുന്ന വാക്കുകൾ ഞങ്ങളിൽ നിന്നുണ്ടാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്നതാകണം നമ്മുടെ പ്രാർത്ഥന. അനേകരിൽ നിന്ന് അസ്ഥികളെ തണുപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുവാൻ, ശോഭയുള്ള കണ്ണുകളിൽ നിന്ന് കാഴ്ചകൾ ലഭിച്ച് ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്നത് ഈ സദൃശവാക്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയാകട്ടെ. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. അവഗാഹമായ ഈ സദൃശവാക്യത്തിൻ്റെ അർത്ഥങ്ങൾ, ആഴമേറിയ അർത്ഥങ്ങൾ ഇനിയും തിരിച്ചറിയുവാൻ സ്വർഗീയ ദൈവം എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.